ധോണി എന്ന ഇതിഹാസത്തിന്റെ വിടവ് ടീമിൽ ഒരിടത്തുപോലും അനുഭവപ്പെടാത്ത രീതിയിലാണ് സഞ്ജു കളം നിറഞ്ഞത്. സഞ്ജു ഈ സീസണിൽ CSKക്കായി ചെയ്ത കാര്യങ്ങൾ സമാനതകളില്ലാത്തതാണ്. വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഏറ്റെടുത്തു. ധോണിയുടെ അഭാവത്തിൽ ടീമിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലി സഞ്ജു ഭംഗിയായി കൈകാര്യം ചെയ്തു. നേതൃപാടവം പകർന്നു നൽകി. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പലപ്പോഴും തന്ത്രങ്ങൾ മെനയാൻ ബുദ്ധിമുട്ടിയപ്പോൾ മിഡിൽ ഓവറുകളിൽ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിലും ബൌളർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിലും സഞ്ജു മുന്നിൽ നിന്നു. ബാറ്റിംഗിലെ മാസ് പ്രകടനം. ടീം പരാജയത്തിന്റെ അഗാധതയിലേക്ക് വീഴുമ്പോൾ ക്രീസിലെത്തി റൺ റേറ്റ് ഉയർത്തുകയും മാച്ച് വിന്നറാകുകയും ചെയ്തു. ലെഗസി കാത്തുസൂക്ഷിച്ചു. ധോണിയുടെ റെക്കോർഡുകൾ തകർക്കുമ്പോഴും ഈ ഇതിഹാസ താരത്തോടുള്ള ആദരവ് ഒട്ടും കുറയ്ക്കാതെയാണ് സഞ്ജു മുന്നോട്ടു പോകുന്നത്. ധോണി വശത്തിരുന്ന് ഉപദേശങ്ങൾ നൽകുമ്പോൾ അത് കൃത്യമായി മൈതാനത്ത് നടപ്പിലാക്കുന്ന ഒരു ഉത്തമ ശിഷ്യനായി സഞ്ജു മാറി. ഇത് തന്നെയാണ് ചെന്നൈ ആരാധകരെ സഞ്ജുവിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. സഞ്ജു സാംസൺ എന്ന മലയാളി താരം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നെഞ്ചിലെ തുടിപ്പായി മാറിക്കഴിഞ്ഞു. ഈ സീസണിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങളിൽ ചെന്നൈക്ക് മുന്നോട്ടു പോകണമെങ്കിൽ സഞ്ജുവിന്റെ ഈ അവിശ്വസനീയമായ ഫോം തുടരുക തന്നെ വേണം. ധോണി കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഇനി ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ സഞ്ജു തന്നെയാണെന്ന് ഈ സീസണിലെ ഓരോ മത്സരങ്ങളും തെളിയിക്കുന്നു. ധോണിയുടെ റെക്കോർഡ് തകർത്ത സഞ്ജു സാംസൺ തന്നെയാണോ ചെന്നൈയുടെ അടുത്ത യഥാർത്ഥ നായകൻ? വിക്കറ്റ് കീപ്പിംഗിൽ ധോണിയുടെ ആ മിന്നൽ വേഗത സഞ്ജുവിൽ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ എക്സ്ക്ലൂസീവ് ക്രിക്കറ്റ് വാർത്തകൾക്കും സഞ്ജു സാംസൺ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്